ഹലോ ഫ്രണ്ട്സ്, ഞാൻ സിസിലി ബാലൻ. ക്രിയേറ്റീവ് ഹോം മലയാളം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ക്രോസ് കട്ടിങ് ചുരിദാർ എങ്ങനെ തയ്ക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. അതിന് ഞാൻ എടുത്തിരിക്കുന്നത് 2.5 മീറ്റർ നീളമുള്ളതും 55 ഇഞ്ച് വണ്ണമുള്ള, അതായത് നല്ല വീതിയുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത്. വീതിയുള്ള തുണിയാണെങ്കിൽ നമുക്ക് ക്രോസ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉള്ള ഒരു തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതാദ്യം 2ആയി മടക്കി പിന്നീട് അതിനെ ക്രോസായിട്ട് മടക്കണം. എത്ര ക്രോസ് കിട്ടുന്ന ഫുൾ ലെങ്തിലാണ് നമ്മൾ എടുക്കുന്നത്. 55 ഇഞ്ച് വണ്ണമുള്ള വ്യക്തിക്കാണ് നമ്മൾ തയ്ക്കുന്നത്. അതുപോലെ തന്നെ 45 ഇഞ്ച് ഇറക്കം കിട്ടത്തക്ക വിധത്തിലാണ് ഈ ചുരിദാർ തയ്ക്കുന്നത്. ലൈനുള്ള തുണി എടുക്കുന്നതാണ് ക്രോസ് കട്ടിന് ഏറ്റവും ഭംഗി. ഇതിൻ്റെ ക്രോസ് കട്ടിൽ 12 ഇഞ്ച് താഴേക്ക് 12 ഇഞ്ച് നീളം എടുക്കുക. എല്ലാ സൈഡിലും നടുക്കും അപ്പുറത്തെ സൈഡിലും 12 ഇഞ്ച് എടുക്കുക, ക്രോസായിട്ട് എടുക്കുക. ഇഞ്ച് അടയാളപ്പെടുത്തി അതിൻ്റെ വണ്ണം 10 ഇഞ്ച് വരും. അതായത് വണ്ണം 10 ഇഞ്ച് വരും. അതിന് കണക്കാക്കിയിട്ടാണ് നമ്മളത് കട്ട് ചെയ്യുക. ഇനി അത്രയും 10 ഇഞ്ച് വേണ്ട എങ്കിൽ 12 ഇഞ്ച് എന്നുള്ളത് 10 ഇഞ്ച് എടുത്താലും മതി. ഇങ്ങോട്ട് താഴേക്കുള്ള ഇറക്കം 12 ഇഞ്ച് അളന്നെടുത്ത് 10 ഇഞ്ച് എടുത്താലും മതി. അപ്പോൾ നമുക്ക് 8 ഇഞ്ച് വിസ്താരം കിട്ടും. അങ്ങനെ 12 ഇഞ്ചിൽ കട്ട് ചെയ്ത് ആ പീസ് മാറ്റിയിരിക്കുകയാണ്. ഇനി താഴേക്ക് 31 ഇഞ്ച് ഇറക്കമാണ്. അതിൻ്റെ ഫുൾ ലെങ്താണ്, ക്രോസിൻ്റെ ഫുൾ ലെങ്ത്ത് എടുത്തിരിക്കുകയാണ്. 31 ഇഞ്ച് ഇറക്കാം. നടുക്കും അങ്ങേ സൈഡും 31 ഇഞ്ച് അടയാളപ്പെടുത്തുക. ഇഞ്ച് അടയാളപ്പെടുത്തി അത് കട്ട് ചെയ്തെടുക്കുക. നാല് പീസാണിപ്പോൾ. അത് നിർത്തി കഴിയുമ്പോൾ 2 പീസായിട്ട് വരും. ഇഞ്ച് ഇറക്കത്തിൽ ഒരു ക്രോസ് കട്ടിങ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ടോപ്പ് പീസ് ബോഡി പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതും ക്രോസായിട്ട് തന്നെയാണ്. 4 പീസാണ് എടുത്തിരിക്കുന്നത്. 4 പീസ് ഇറക്കം 16 ഇഞ്ച് ഇറക്കമാണ്. 15 ഇഞ്ച് ഇറക്കം നമുക്ക് വേണ്ടി 1 ഇഞ്ച് കൂടുതലിടുക. അതുപോലെ ഷോൾഡർ, അതായത് 35 ഇഞ്ച് വണ്ണമുള്ള വ്യക്തിക്കാണ് നമ്മൾ എടുക്കുന്നത്. 8 ഇഞ്ച് ഷോൾഡർ. മുകളിൽ നിന്നും 9 ഇഞ്ച് നമ്മൾ വെട്ടി മാറ്റണം. എങ്കിലേ നമുക്ക് 8 ഇഞ്ച് ഷോൾഡർ ഇവിടെ കിട്ടും. 35 ഇഞ്ച് വണ്ണമുള്ള വ്യക്തിക്കാണ് നമ്മൾ എടുക്കുന്നത്. അതിൻ്റെ 4/1. അതിനോട് 35 ഇഞ്ചിനോട് 10 ഇഞ്ച് കൂട്ടി അതിൻ്റെ 4/1 എടുത്തിട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നത്.
ബോഡിയുടെ അളവ് എത്രയാണോ അതിനോടുകൂടി 10 ഇഞ്ച് കൂട്ടിയിട്ടെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ 4 എടുത്തിട്ടാണ് നമ്മളത് കട്ട് ചെയ്യുന്നത്. 35 ഇഞ്ചുള്ള ഒരാൾക്ക് 45 ഇഞ്ച് എടുക്കുക, അതിൻ്റെ 4 കാണുക, 15 ഇഞ്ച് വരും. 6 ഇഞ്ച് കൈക്കുഴി എടുക്കുക. വണ്ണമുള്ളതുകൊണ്ട് 6 ഇഞ്ച് വേണം. കഴുത്ത് ബോട്ട് നെക്കാണ്, അധികം ഇറക്കമില്ലാത്ത ബോട്ട് നെക്കെന്ന് പറയത്തില്ല, അധികം ഇറക്കമില്ല. 5 ഇഞ്ച് 12 ഇഞ്ച് വണ്ണം വരും. വണ്ണത്തിലാണ് കട്ട് ചെയ്യുന്നത്. 16 ഇഞ്ച് ഇറക്കം. ഫ്രണ്ടും ബാക്കും ഒരുപോലെ വേണേലും വെട്ടാം, ബാക്ക് ഇറക്കിയും വെട്ടാം. 16 ഇഞ്ച് ഇറക്കത്തിൽ പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ആറര ഇഞ്ചാണ് നമ്മൾ കൈക്കുഴി വെട്ടുന്നത്. ഒരു ബനിയൻ ടൈപ്പ് മോഡൽ തുണിയാണ്, ഒഴുകി കിടക്കുന്ന ടൈപ്പ് തുണി. അങ്ങനെ ടോപ്പ് ഭാഗം നമ്മൾ വെട്ടിക്കഴിഞ്ഞ് ഇനി കഴുത്താണ് എങ്ങനെ വെട്ടാം എന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ടും ബാക്കും വേറെ വേറെ വെട്ടുന്ന കാരണം വേറെ വേറെ തന്നെ നമ്മളത് തിരിച്ചിട്ട് തന്നെ വെട്ടിയെടുക്കണം. 16 ഇഞ്ച് ഇറക്കമുണ്ട്. കഴുത്ത് ഫ്രണ്ട് വശമാണ് ഇപ്പം വെട്ടുന്നത്. നാലര ഇഞ്ചാണ് ഫ്രണ്ട് വെട്ടുന്ന ഇറക്കം. സൈഡ് 3.5 ഇഞ്ച്, വിഡ്ത്ത് 3.5 ഇഞ്ച്. റൗണ്ട് ചെയ്തിട്ട് ഫ്രണ്ട് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാൻ അതെല്ലാം ക്യാൻവാസ് വെച്ച് എടുക്കാനാണെങ്കിൽ അത് കട്ട് ചെയ്യരുത്. കട്ട് ചെയ്യാതെ ക്യാൻവാസിൽ വെട്ടി ക്യാൻവാസ് ഒട്ടിച്ചതിന് ശേഷം അത് തയ്ച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ബാക്ക് വശം 6.5 ഇഞ്ചാണ് എടുക്കുന്നത്. പുറവശം ലേശം ഇറക്കിയിട്ടാണ് തയ്ക്കുന്നത്. വിട്ട് 3.5 ഇഞ്ചാണ്. ഇഞ്ച് ഇറക്കും. 3.5 ഇഞ്ച് വിട്ട്. ക്യാൻവാസ് വെക്കേണ്ടതാണെങ്കിൽ കട്ട് ചെയ്തെടുക്കരുത്. ക്യാൻവാസ് അതേ അളവിൽ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചിട്ട് ആ പീസ് വെച്ച് അടിക്കുക ചെയ്യും. ഇതുപോലെ തന്നെ എൻ്റെ ക്യാൻവാസ് വെക്കാതെ വെറുതെ ലൈനിങ് വെച്ച് അടിച്ച് മറിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് അത് കട്ട് ചെയ്തെടുക്കും. ഇതേപോലെ തന്നെ ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ ഫ്രണ്ട് കട്ടിങ് കഴിഞ്ഞു.
കൈയാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. നാല് പീസ് എടുത്തിരിക്കുന്നത്. ഇഞ്ച് ഇറക്കം കൈക്കെടുത്തിരിക്കുന്നത്. അടിച്ചു കഴിയുമ്പോൾ 16 ഇഞ്ച് ഉണ്ടാവും. 8 ഇഞ്ച് വീതി. അതിൽ 8 ഇഞ്ച് മൊത്തം കിട്ടില്ല, ഒരു ചെറിയ കഷ്ണം നമ്മളെ പീസ് ജോയിൻ്റ് ചെയ്യേണ്ടി വരും. രണ്ട് വശത്ത് ഒരു വശം കിട്ടും, മറ്റേ വശം ഒരു ചെറിയ പീസ് നമ്മൾ ജോയിൻ്റ് ചെയ്യണം. 4 പീസാണിത്. ഇഞ്ച് ചെരിച്ച് നമ്മൾ വെട്ടണം. ഇഞ്ച് വീതി, 2 ഇഞ്ച് നമ്മളവിടെ ജോയിൻ്റ് ചെയ്യണം. അടിഭാഗത്തായതുകൊണ്ട് കാണുകയല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. 4 ഇഞ്ച് ചെരിച്ച് വെട്ടിയെടുക്കും. പതിനെട്ട് ഇഞ്ച് ഇറക്കാം. കൈ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടിക്കുമ്പോൾ ഒരു പീസ് നമ്മളവിടെ ജോയിൻ്റ് ചെയ്യണം. കട്ടിങ് കഴിഞ്ഞ് ഇനി എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. ഇതേപോലെ തന്നെ ലൈനിങ് വെട്ടിയെടുത്തിട്ടുണ്ട്. ലൈനിങ് കഴുത്തിന് വെച്ച് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ചെറിയ മുത്തുമാതിരി ഒരു സാധനം സ്പോഞ്ച് വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. മുത്തുപോലെ, അതായത് 2 ഇഞ്ച് വീതി സമചതുരത്തിലെടുത്തിട്ട് അതിനുള്ളിൽ ചെറിയ സ്പോഞ്ച് ഉള്ളിൽ വെച്ചിട്ട് കെട്ടിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ലൈനിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് അടിച്ചെടുക്കുക. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലായി കാണുമായിരിക്കും. രണ്ട് ഇഞ്ച് സമചതുരത്തിൽ അതേ പീസ് തന്നെ, അതേ പീസ് വേറെ കളറായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടം ഏതാണെങ്കിൽ ആ കളർ തന്നെ കട്ട് ചെയ്തെടുത്ത് അതിനുള്ളിൽ ചെറിയൊരു കഷ്ണം സ്പോഞ്ച് വെച്ച് ഉരുട്ടി അതിനുള്ളിൽ വെച്ച് കെട്ടിയെടുക്കുക. ഇനി വേറെ പ്രഷർ വേണം നമുക്കത് അടിച്ചെടുക്കുന്നെങ്കിൽ.
സാധാരണ പ്രഷർ ചെയ്യില്ല. ഒരു വശം മാത്രമുള്ള പ്രഷർ എടുത്തിട്ട് അത് ഫിറ്റാക്കിയിട്ട് വേണം അടിക്കാൻ. ഒരു വശം മാത്രമുള്ള പ്രഷറാണ്. നമ്മൾ സിബൊക്കെ വെക്കുന്ന ഇങ്ങനെയുള്ള പ്രഷർ ഉപയോഗിച്ചിട്ടാണ്. നല്ല വൃത്തിക്ക് നമുക്ക് കിട്ടും. ശ്രദ്ധിച്ചടിച്ചില്ലെങ്കിൽ ചുളുങ്ങിപ്പോകും. ഇപ്പം തന്നെ ചെറിയ ചുളിവ് വന്നിട്ടുണ്ട്. കോട്ടൺ തുണിയാണെങ്കിൽ നല്ല വൃത്തിക്കിരിക്കും. ചെറിയൊരു ബനിയൻ ടൈപ്പ് ആയതുകൊണ്ട് അത്ര വൃത്തിക്ക് നമുക്ക് ആക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെയായിരിക്കും. അത് വേണമെങ്കിൽ അടുപ്പിച്ചും വെക്കാം. ലേശം അകത്തിയാണ്, അരയിഞ്ച് അകത്തിയാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. സാധാരണ പ്രഷർ ഇട്ടിട്ട് രണ്ട് വശമുള്ള പ്രഷറാണിത്. മാറി നമ്മളിട്ടാണ് അടിക്കുക. എന്നിട്ട് അതിനോട് ചേർത്ത് നമുക്ക് അടിക്കാൻ സാധിക്കും. അതിന് ശേഷം ഒരു പടി തയ്ച്ചെടുക്കണം. മറ്റേ വശത്ത് അത് വെച്ച് പിടിപ്പിക്കണം. ക്യാൻവാസ് വെച്ചാൽ ഇത്തിരി കൂടി വൃത്തിക്കിരിക്കും.
കഴുത്ത് ചെറുതായി കട്ട് ചെയ്യുക, എന്നിട്ട് മറിച്ചെടുക്കുക. പള്ളിയൊരു വശം അടിച്ച് അരച്ചെടുക്കുക. ഇപ്രാവശ്യം ക്രിസ്മസിന് നിങ്ങൾക്ക് ഒരു ക്രോസ് കട്ട് ചുരിദാർ തയ്ച്ചിടാൻ കഴിയട്ടെ. ഇത് ഫ്രണ്ട് ഓപ്പൺ ആക്കുന്നില്ല, ഫ്രണ്ട് കൂട്ടിയടിക്കുന്നതേ ഉള്ളൂ. ഫ്രണ്ടൊന്ന് ഓപ്പൺ ആക്കേണ്ടവർക്ക് അത് ഓപ്പണാക്കി ചെയ്യാവുന്നതാണ്. മുട്ടുള്ള ഭാഗത്തിന് കുഴ വെച്ച് മുട്ടുള്ള ഭാഗത്ത് കൊളുത്ത് വെച്ചാൽ അത് ഫ്രണ്ട് ഓപ്പൺ ആക്കിയിട്ടും തയ്ച്ചെടുക്കാവുന്നതാണ്. കുഞ്ഞു കുട്ടികൾക്കുള്ളവർക്ക് അങ്ങനെയും തയ്ച്ചെടുക്കാം. ഇത് കൂട്ടി അടിക്കുകയാണ് ചെയ്യുന്നത്. ഓപ്പൺ ആവശ്യമില്ലാത്തതുകൊണ്ട് കൂട്ടി അടിക്കുക ചെയ്യും. അടിയുടെ മേലെ കയറ്റി വെച്ച് മേലെ കൂടി അടിക്കുക. വേറെ കളറ് കൊണ്ട് ഒട്ടടിക്കാൻ പറ്റുന്നവർക്ക് കുറേക്കൂടെ ഭംഗി ഉണ്ടാവും. ഇത് അതേ കളർ തന്നെ വെച്ചത് കൊണ്ടാണ് അത്രയ്ക്ക് തിരിയുന്നില്ലാത്തത്. ഇനി ബോഡി പാർട്ട്, ബോഡിക്ക് താഴെയുള്ള പാർട്ടുമായിട്ട് ജോയിൻറ്റ് ചെയ്യും. അടിഭാഗം ഇൻ്റർലോക്ക് ചെയ്യാൻ നമുക്ക്. ഇൻ്റർലോക്ക് ആയാലും കുഴപ്പമില്ല, വെറുതെ മടക്കി അടിച്ചാലും മതി. ഇനി ബോഡി പാർട്ടും അടിഭാഗവും കൂടെ ജോയിൻറ്റ് ചെയ്യാം. സെൻറ്ററിൽ നിന്ന് ജോയിൻറ്റ് ചെയ്താൽ ആയിരിക്കും ഭംഗി. ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കൈയും ഫിറ്റാക്കി സൈഡ് കൂട്ടിയടിച്ചാൽ ചുരിദാറായി.
ഈ ക്രിസ്മസിന് ഇതുപോലൊരു ചുരിദാർ അടിച്ചിടാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.